യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് അദ്ദേഹം ചുമതലയേൽക്കുകയാണ്. സ്ഥാനാരോഹണ ചടങ്ങുകൾ അതിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ നടക്കുകയാണ് ലബനനിൽ. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഗീസ് പീറ്റർ അവിടെ നിന്ന് വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ഗീസ്, ഇപ്പോൾ ഈ ആദ്യഘട്ട ചടങ്ങുകൾ തന്നെയാണോ പ്രധാന ചടങ്ങുകൾ അല്ലേ തുടങ്ങിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ഗീസ്? ഉന്മേഷ്, ആദ്യഘട്ട ചടങ്ങ് തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ആദ്യഘട്ട ചടങ്ങ് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. അവസാനം 2ാം ഘട്ട ചടങ്ങാണ് ദൈർഘ്യം കുറവുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ട ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാത്രിയർക്കീസ് ബാവ സപ്രൈം രണ്ടാമന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ ചടങ്ങുകൾ നടക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് വിശ്വാസി സമൂഹം നോക്കിക്കാണുന്നത്. ഇപ്പോൾ യാക്കോബായ സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്തയും കണ്ടനാട് ഭദ്രാസനാധിപനുമായ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നതും പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലുന്നതും. ഒപ്പം തന്നെ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയെ പാത്രിയർക്കീസ് ബാവ വാഴിക്കുമ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പ്രതിനിധികളെ അയച്ചതിൽ, കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളെ അയച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പാത്രിയർക്കീസ് ബാവ അഭിസംബോധന പ്രസംഗത്തിൽ നന്ദി പറയുകയുണ്ടായി. അങ്ങനെ വളരെ രാഷ്ട്രീയപരമായി ഉറ്റുനോക്കുകയാണെങ്കിൽ വലിയ ഒരു പ്രാധാന്യം കൂടി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഇപ്പോൾ സഭയിൽ ഇപ്പോൾ ചടങ്ങ് പുരോഗമിക്കുമ്പോൾ അല്പസമയത്തിനകം തന്നെ ആദ്യഘട്ട ഏവൻഗേലിയൻ വായന നടക്കും. പാത്രിയർക്കീസ് ബാവ ഏവൻഗേലിയൻ വായിക്കും. അതിനുശേഷമായിരിക്കും പ്രധാനപ്പെട്ട ആദ്യഘട്ടത്തിന്റെ തന്നെ പ്രധാന 2ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുക. അത് സ്വാഭാവികമായിട്ടും നിയുക്ത കാതോലിക്കയായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ മദ്ബഹയിലേക്ക് എഴുന്നള്ളിക്കുന്ന അല്ലെങ്കിൽ ആനയിക്കുന്ന ചടങ്ങായിരിക്കും. അതിനുശേഷം അവിടെ വെച്ചാണ് മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. തുടർന്നുള്ള ചടങ്ങുകളെല്ലാം തന്നെ പരിശുദ്ധ മദ്ബഹയിൽ വെച്ചായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, കണ്ടനാട് ഭദ്രാസനാധിപനും ഒപ്പം തന്നെ സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്തയുമായ ഡോക്ടർ മാത്യൂസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത സഹകാർമ്മികത്വം വഹിക്കുകയാണ്. മദ്ബഹയിൽ ക്ലിമിസ് ബാവയുണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ തലവനായ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവയുണ്ട്. ഒപ്പം തന്നെ പ്രതിനിധി സംഘങ്ങളും ആദ്യ നിരയിൽ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘങ്ങൾ ആദ്യ നിരയിൽ തന്നെ വിശിഷ്ട അതിഥിയായി, പാത്രിയർക്ക് അരമനയുടെ വിശിഷ്ട അതിഥിയായി തന്നെ ആദ്യ നിരയിലുണ്ട്. ഒപ്പം പ്രധാനമായി എടുത്തു പറയേണ്ടത് ലബനീസ് സർക്കാരിന്റെ പ്രതിനിധിയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി ഇബ്രാഹിം കാലിനാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത്. ആദ്യ റോയിൽ വിശിഷ്ട അതിഥിയാണ്. ഇപ്പോൾ ചടങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. ഏവൻഗേലിയോൻ പുതിയ കാതോലിക്കയായി വാഴിക്കപ്പെടുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ തലയിൽ വെച്ചുകൊണ്ട് സഭയുടെ ചരിത്രവും ക്രിസ്തീയ ജീവിതത്തിന്റെ ചരിത്രവും ക്രിസ്ത്യാനികളുടെ ചരിത്രവും അടങ്ങുന്ന ഏവൻഗേലിയോൻ പുസ്തകം നിയുക്ത കാതോലിക്ക ബാവയുടെ തലയിൽ വെച്ചുകൊണ്ട്, ശിരസിൽ വെച്ചുകൊണ്ട് അപ്പോൾ വാഴിക്കുന്ന അല്ലെങ്കിൽ വാഴിക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. പ്രധാനമായിട്ടും 4-5 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 2 ഘട്ടങ്ങളിലൂടെയുമായി ഒരു 6 ഭാഗങ്ങളോളം ഉണ്ട്. ഇപ്പോൾ ആദ്യ ഭാഗം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാതോലിക്കയായി വാഴിക്കപ്പെടുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ ഏവൻഗേലിയോൻ ശിരസിൽ മൂടിക്കൊണ്ട് കാതോലിക്ക ബാവ വാഴിച്ച് അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം ആണ് മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുക. പാത്രിയർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കുമ്പോൾ മറ്റ് ഭദ്രാസനങ്ങളിലെ, പ്രത്യേകിച്ച് യാക്കോബായ സഭയിലെ സീനിയർ മെത്രാപ്പൊലീത്തമാരായ കോട്ടയം ഭദ്രാസനാധിപൻ തോമസ് മാർ തീമോത്തിയോസ്, ഒപ്പം തെയോഫിലോസ് ദിവന്നാസിയോസ്, പാത്രിയർക്ക് സിംഹാസന പള്ളികളുടെ ചുമതലയുള്ള ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്ത, അങ്ങനെ സീനിയർ മെത്രാപ്പൊലീത്തമാർ എല്ലാം തന്നെ പാത്രിയർക്കീസ് ബാവയുടെ അടുത്ത് ഉണ്ട്, മദ്ബഹയിലുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഏവൻഗേലിയൻ പരിശുദ്ധ ക്രിസ്ത്യാനി സമൂഹത്തെ, അതായത് യേശുക്രിസ്തുവിന്റെ അടക്കം ജീവിത ചരിത്രവും ഒപ്പം തന്നെ ക്രിസ്ത്യാനികൾ മാതൃകയാക്കുന്ന പരിശുദ്ധ ഏവൻഗേലിയോൻ, അത് ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ നിയുക്ത കാതോലിക്കയായ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ ശിരസിൽ അണിയിച്ചുകൊണ്ട് ഒരു തലവനെ വാഴിക്കുന്നു. ഇത് തന്റെ മുകളിൽ ഇനി ക്രിസ്തു എന്ന ഒരു സന്ദേശം കൂടി, ഇനി തന്റെ മുകളിൽ ക്രിസ്തുവാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ് താൻ ജീവിക്കേണ്ടത്, ക്രിസ്തുവിന്റെ സഭയെ അജപാലനം നടത്തുക, ക്രിസ്തുവിന്റെ സഭയെ മേച്ച് ഭരിക്കുക, ആ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കുക. ഈ ഒരു ലക്ഷ്യമാണ് പ്രധാനമായിട്ടും ഈ ചടങ്ങിന് ഉള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എവൻഗേലിയോനിൽ അടങ്ങിയിരിക്കുന്നത് 2 ഘട്ടങ്ങളാണ്, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമത്തിൽ ദൈവം മോശയോട്, പഴയ നിയമത്തിലാണ് ലെബനോൻ
ഖുർആനെ കുറിച്ചൊക്കെ പറയുന്നതും ഒപ്പം തന്നെ ക്രിസ്തുവിന്റെ മുമ്പുള്ള പ്രവാചകന്മാരുടെ കാര്യങ്ങളും ഒപ്പം മോശ ഏലിയാവ് അടക്കമുള്ള പ്രവാചകന്മാരുടെ കാര്യങ്ങൾ എടുത്തു പറയുന്നത് അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ്. രണ്ടാം ഘട്ടത്തിലാണ് പുതിയ നിയമം എന്നാണ് രണ്ടാം ഘട്ടത്തെ പറയുന്നത്. രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും വരുന്നത് യേശുക്രിസ്തുവിന് ശേഷമുള്ള യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും ഒപ്പം തന്നെ ശിഷ്യന്മാരുടെ പ്രവൃത്തികളും യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവുമാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം ഇനി മുതൽ മുമ്പിൽ ഉണ്ടാകണം. ഒപ്പം തന്നെ ക്രിസ്തീയ സഭയെ വളർത്തേണ്ടതാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടാണ് സഭയെ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് പിതാക്കന്മാർ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ മണവാട്ടിയെ ഇനി ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സഭയെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി മേച്ചു ഭരിക്കേണ്ട ചുമതല അത് ഇന്ത്യൻ കാതോലിക്കയ്ക്കാണ് എന്ന ഒരു സന്ദേശം ഈ ചടങ്ങിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ ചടങ്ങിൽ പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാത്രിയർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കുമ്പോൾ വിശിഷ്ട വ്യക്തികൾ നിരവധി പേർ ഈ കത്തീഡ്രൽ പള്ളിയിൽ നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട് വിശിഷ്ട അതിഥികളായി. കടന്നു പോവുകയാണ് ഉന്മേഷ്. ഗീസ് പീറ്ററാണ് ഇപ്പോൾ ലെബനിൽ നിന്ന് തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ടതിൻ്റെ ആദ്യഘട്ടം അത് തുടങ്ങിയിരിക്കുന്നു. 1 മണിക്കൂറിലേറെ ഈ ചടങ്ങുകൾ നീണ്ടു നിൽക്കും.